കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കങ്ങൾക്കിടെ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വീണ്ടും ഫ്ലക്സ്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലായെന്നും ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയുമെന്നും ഫ്ലക്സിൽ പറയുന്നുണ്ട്. വെള്ളയമ്പലത്തെ വി.ഡി. സതീശന്റെ ഫ്ലക്സിന് നേരെയും പ്രതിഷേധ പ്രകടനം. കോൺഗ്രസ് അതിൽ പറയുന്ന ആർട്ടിഫിഷ്യൽ ചോയ്സ്, അതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകനായ ശാസ്ത്രമൂല വി.ഡി. സതീശന്റെ ഫ്ലക്സിൽ തുപ്പിയൊക്കെ പ്രതിഷേധിച്ചു. എന്ത് വൃത്തികളൊക്കെയാണ് കാണിക്കുന്നത് മനസ്സിലാകും. അന്ന് തന്നെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് സ്കൂട്ടറിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ആ ദൃശ്യം ഒന്ന് തുറന്ന് കാണാം. അപ്പൊ ഇത് പ്രവർത്തകർ അങ്ങനെ തന്നെ വലിയ വികാരത്തോടെ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവൻ വെറും കള്ളനാണ്. ഞാൻ നന്ദാവനം ക്യാമ്പില് കെ.സി. വേണുഗോപാൽ അടികൊണ്ട് മരിച്ചെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ അങ്ങേരെ ആളാണ്. ഞാൻ എ.കെ. നിസാറിന്റെ സ്റ്റാഫിലുള്ള ആളാണ്. എത്ര വർഷം? 10-20 വർഷം. ഇവരൊക്കെ കള്ളനെന്ന് വെറും കള്ളനാണ്. ഭയ സ്വന്തം പറയണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ. വെറും വൃത്തികെട്ടവനാണ്. ഭയ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും, ഉറപ്പാണ്. ഷഫീദ് റാത്തൂർ വിരൽ ചെയ്തു. ഷഫീദ്, എങ്ങാനും കെ.സി. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ആ ചേട്ടന്റെ മേലൊരു കണ്ണു കാണും, വല്ല കടുങ്ങയും ചെയ്ത് കളയും. അമ്മാതിരി കെ.സി. അനുകൂലിയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ ഈ ഫ്ലക്സിൽ തുപ്പ പോലുള്ള വൃത്തിയോടെ കാണിക്കൂ. അനുകൂലി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം തന്നെ പറയുന്നത് എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റാഫിലുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ്. ആ രീതിയിൽ തിരുവനന്തപുരത്തെ ഈ പ്രതിഷേധങ്ങൾ കൈവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളയമ്പലം ഇന്ദിരാഭവനിലേക്ക് പോകുന്ന KPCC ആസ്ഥാനത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയുടെ ആദ്യ ജംഗ്ഷനാണ്. അവിടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഇങ്ങനെയുള്ള ഫ്ലക്സുകൾ ഉയർന്നത്. ആദ്യമേ ഉയർന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നാണ് പിന്നീട് ഫ്ലക്സുകൾ അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ദിരാഭവനിൽ ഉയർന്ന വാം വെൽക്കം ലീഡർ എന്ന ഫ്ലക്സിനപ്പുറത്തേക്ക് കൂടുതൽ ഫ്ലക്സുകൾ വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഇവിടെ തന്നെ നമുക്ക് എത്രമാത്രം രൂക്ഷമാണ് ഈ കാര്യങ്ങളെന്ന് അറിയാൻ സാധിക്കും. അതായത് ആദ്യം വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഈ ഫ്ലക്സ് ഉയരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ ചോയ്സ് എന്നുള്ളതാണ്. മാത്രമല്ല, കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പണ്ട് ചില കൊമേഴ്ഷ്യൽസ്, അതായത് BMW ഒക്കെ കൊമേഴ്ഷ്യൽസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതുപോലാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തത്. ആ നാച്ചുറൽ ചോയ്സിന് പകരമായി ഇവിടെ ഈ നാച്ചുറൽ ചോയ്സ് എന്നുള്ളത് വെട്ടി ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആളിൽ ഈ കാണുന്ന ഈ ഫ്ലക്സ് ഇതൊരു പുതിയ ഫ്ലക്സ് ആണ്. ഇത് വി.ഡി. സതീശനെതിരായി കെ.സി. വേണുഗോപാൽ അനുകൂലികൾ സ്ഥാപിച്ച പുതിയ ഫ്ലക്സ് ആണെന്ന് വേണം പറയാൻ. അതിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല, കൂടാതെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ UDF സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചതാര്? അതേപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകർ തോലും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയതാര്? കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധമുണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ അത് നമുക്ക് ഈ വെള്ളയമ്പലത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഏതായാലും സമവായത്തിലേക്ക് എത്തിയിട്ടില്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ സമയത്ത് തിരുവനന്തപുരത്തും സംസ്ഥാനത്തുടനീളമുള്ള സാഹചര്യം അനുസരിച്ച് വെള്ളയമ്പലത്തും, അതായത് ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്തിന്റെ തൊട്ടു മുൻപിൽ ഫ്ലക്സ് യുദ്ധം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ തുപ്പുക എന്നൊക്കെ പറയുന്നത് അത് രാഷ്ട്രീയ മര്യാദയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യമായി വരും. അപ്പോഴും നേതാക്കൾ പ്രവർത്തകരെ എത്രമാത്രം നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിന് തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലല്ലോ. ഇപ്പോൾ ആന്റണിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗം എന്നൊക്കെ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനൊക്കെ ആയിരിക്കണമല്ലോ അല്ലേ? അശ്മിത, അടിപൊളി വൈകാരികമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സ്വാഭാവികമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഫേസിൽ അല്പം പിന്നിലേക്ക് നിൽക്കുന്നത് RC രമേശ് ചെന്നിത്തല പക്ഷമാണ്. കാരണം അവർ കാര്യമായ ഫ്ലക്സ് ഉയർത്തി കാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതേസമയം വി.ഡി. സതീശൻ അനുകൂലികളും അതേപോലെ കെ.സി. വേണുഗോപാൽ അനുകൂലികളും തമ്മിൽ കാര്യമായിട്ടുള്ള ഫൈറ്റ്, അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതിനപ്പുറത്തേക്ക് തെരുവിൽ അതൊരു യുദ്ധമായി, അല്ലെങ്കിൽ തെരുവിൽ അതൊരു പോരായി മാറുന്നു എന്നുള്ള കാഴ്ച ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വി.ഡി. സതീശൻ അനുകൂലികളുടെ പ്രകടനത്തിൽ നമ്മൾ കണ്ടതാണ്. 5:30 പ്രകടനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് വി.ഡി. സതീശന്റെ പോസ്റ്റ് വന്നു. ഈ പ്രവർത്തകർ നിയന്ത്രിക്കണം, സ്വയം നിയന്ത്രിക്കണം, ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോഴും കോൺഗ്രസിൽ നിന്ന് ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. CR മഹേഷിനെ പോലെ ഈ സ്വയം പല്ലിട കുത്തി മണപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊക്കെയുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം അത് ഒറ്റപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. അതിനുശേഷവും അതിനു മുൻപുള്ള സമയവും ഈ ചുരുങ്ങിയ സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കും, അതേപോലെ തെരുവിൽ അത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു. ഇനി രൂക്ഷമായ രീതിയിൽ അത് വരും മണിക്കൂറുകളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഹാഷ്മി.
ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അതേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.